ഇടുക്കി അടിമാലി കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2025 ഇടുക്കി ജില്ലാതല വിതരണ ചടങ്ങ് ശനിയാഴ്ച നടക്കും. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ ഇടുക്കി ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകും. അടിമാലി വിശ്വദീപ്തി CMI പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. നല്ല സംരംഭങ്ങൾ നടത്തുന്നവരെ പ്രോത്സാഹിപ്പിച്ച് വീണ്ടും മറ്റുള്ളവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കൂടിയാണ് കേരള വിഷൻ ഇത്തരത്തിലൊരു പരിപാടിയുമായി കേരളത്തിലുടനീളം കടന്നു വന്നിരിക്കുന്നത്. 16-ാം തീയതി ഈ പരിപാടി ഇടുക്കിയുടെ തന്നെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. അതിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് ദേവികുളം MLA A. രാജയാണ്. MP മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട MP ഡീൻ കുര്യാക്കോസാണ്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MLA-മാരായ MM മണി, PJ ജോസഫ്, വാഴൂർ സോമൻ, A. രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരണാംകുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരം നൽകും. കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷിബുജി, കല, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധ്യയും നടക്കും. ജില്ലാതല പുരസ്കാര വിതരണ ചടങ്ങുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പങ്കാളിത്തത്തോടെ ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലെയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, COA ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ, COA ഇടുക്കി ജില്ലാ ട്രഷറർ ഷാജി C. ജോസഫ്, COA അടിമാലി മേഖലാ പ്രസിഡന്റ് ജെയ്മോൻ ജോസഫ്, COA അടിമാലി മേഖലാ സെക്രട്ടറി ഡേവിസ് D. തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.